ഒപ്പോ, വിവോ, റെഡ്മി ഫോണുകളുടെ റീസ്റ്റാർട്ട് പ്രോബ്ലം. എല്ലാവരുടെയും വിചാരം ബാറ്ററി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ചാർജ് ജസ്റ്റ് കിട്ടുന്നു, ഫോണായി റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് അല്ല, ബാറ്ററിയിലുള്ള ഒരു ചെറിയൊരു കമ്പോണൻ്റ് ഉണ്ട്, അത് ഡാമേജ് ആവുന്നത്. അത് മാറ്റി ഒരുവിധപ്പെട്ട ഫോണിൻ്റെ കംപ്ലൈൻറ്റ് മാറും. ബാറ്ററി മാറേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്നതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വിവോ ഫോണിൻ്റെ ബാറ്ററി, ഇത് വിവോയ്ക്ക് മാത്രമല്ല ഒപ്പോ, റെഡ്മിക്ക് എല്ലാം വരുന്ന കംപ്ലൈൻറ്റാണ്. ഈ ബോർഡിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കി വെച്ചിരിക്കുകയാണ് ബാറ്ററിയുടെ ബാക്ക് വശം. ഇപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ അകത്ത് ഒരു ചെറിയ കമ്പോണൻ്റ് ഇരിപ്പുണ്ട്, കണ്ടോ? ഈ ഒരു കമ്പോണൻ്റ് ഞാൻ ഇപ്പോൾ കൈ വെച്ചിരിക്കുന്ന കമ്പോണൻ്റ് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഈ റീസ്റ്റാർട്ട് പ്രോബ്ലം വരുന്നത് ഫോണുകൾക്ക്. അത് റീപ്ലേസ് ചെയ്യുകയോ ഷോർട്ട് ചെയ്താലോ കംപ്ലൈൻറ്റ് മാറുന്നതാണ്. നമുക്ക് എന്തായാലും അതൊന്ന് ഷോർട്ട് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് നോക്കിയാൽ കാണാൻ ഞാൻ ആ കമ്പോണൻ്റ് ഒന്ന് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഫോണിലിട്ടൊന്ന് ചെക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഫോൺ